ഇനി തിരുവനന്തപുരത്തേക്ക് മുടവൻമുകളിൽ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പൊതുദർശനം പുരോഗമിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാൻ മുടവൻമുകളിലെ വീട്ടിൽ നിരവധി ആളുകൾ എത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വസതിയിൽ നിന്നും ചേരുന്നു. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധികയും അന്തിമോപചാരം അർപ്പിച്ച അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയ നിമിഷങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, പറയൂ. എസ്കാൻ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സിനിമാ മേഖലയിലെ മോഹൻലാലുമായി അടുത്ത ബന്ധമുള്ളവർ, ഒപ്പം ഈ നാട്ടിലെ തന്നെ നാട്ടുകാർ, ഒപ്പം അയൽവക്കക്കാർ, അങ്ങനെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പം കുടുംബസമേതമാണ് ഇവിടെ എത്തി മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുശോചനം രേഖപ്പെടുത്തി ഇവിടെ നിന്ന് പോയത്. അത് അല്പം മുമ്പ് മോഹൻലാലിൻ്റെ പഴയ സിനിമകളിലെ നായിക കാർത്തിക ഇവിടെ നിന്ന് അനുശോചനം രേഖപ്പെടുത്തി അന്തിമോപചാരം അർപ്പിച്ച് പോയതാണ്. ഇത് വീടിന് പുറകുവശമാണ് എസ്കാൻ. ഈ നമുക്കറിയാം, മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ കുടുംബ വീട് ഹിൽ വ്യൂ എന്ന ഈ വീടിന് പുറകുവശമാണ്. ഇവിടെയാണ് ശാന്തകുമാരി അമ്മയുടെ പൊതുദർശനം ഇപ്പോൾ നടക്കുന്നത്. നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത് ഈ വീടിൻ്റെ പിൻഭാഗത്താണ് നമ്മളത് നിൽക്കുന്നത്. ഇതിൻ്റെ പിന്നിലാണ് ശാന്തകുമാരി അമ്മയെ സംസ്കരിക്കുന്നുള്ള നടപടികൾ നടക്കുന്നത്. ചടങ്ങുകൾ നടക്കുന്ന ഭാഗം ഇതിൻ്റെ പിൻഭാഗത്താണ്. ഒപ്പം മോഹൻലാലിൻ്റെ പിതാവ് വിശ്വനാഥൻ നായർ, ഒപ്പം സഹോദരനെയും ഇവിടെയാണ് അന്തിമവിശ്രമം കൊള്ളുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനോട് ചേർന്ന് തന്നെ അമ്മയ്ക്കും ചിതയൊരുങ്ങും. 4 മണിയോടുകൂടിയായിരിക്കും ഈ സംസ്കാര നടപടികൾ നടക്കുക. ഇത് ആ ഭാഗം അല്ലെങ്കിൽ ആ പ്രദേശം, ആ വീടിൻ്റെ പുറകുവശത്ത് ചിതയൊരുങ്ങുന്ന സ്ഥലത്തേക്കുള്ള വഴിയാണ്. അവിടെ നിന്ന് ആളുകൾ അത് സന്ദർശിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. എസ്കാൻ, പല അഭിമുഖങ്ങളിലും, പഴയകാല പല അഭിമുഖങ്ങളിലും മോഹൻലാലിൻ്റെ മാതാവ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഈ വീടിൻ്റെ മുന്നിൽ വെച്ചാണ് മോഹൻലാലിൻ്റെ ആദ്യ സിനിമയിൽ മോഹൻലാലിൻ്റെ മുഖത്ത് ക്ലാപ്പ് ബോർഡ് വീഴുന്നത് ഈ ഹിൽ വ്യൂ എന്ന് പറയുന്ന ഈ വീടിൻ്റെ മുന്നിൽ വെച്ചാണ്. അശോക് കുമാറിൻ്റെ തിരനോട്ടം എന്ന സിനിമയ്ക്കാണ് മോഹൻലാലിൻ്റെ മുഖത്തേക്ക് ആദ്യമായി ക്ലാപ്പ് ബോർഡ് വീഴുന്നത്. ആദ്യ സിനിമ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അന്ന് മോഹൻലാൽ കോളേജിൽ പഠിക്കുകയാണ്. സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം പറയുമ്പോൾ പിതാവ് ആദ്യം താൻ ഒരു ബിരുദം പൂർത്തിയാക്കിയതിന് ശേഷം സിനിമയിലേക്ക് ഇറങ്ങൂ എന്ന ഉപദേശം നൽകുന്നു. അതിന് പിന്നാലെയാണ് സിനിമയിലേക്ക് ഇറങ്ങിയതെന്ന് അമ്മ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ആദ്യ സിനിമ ഉണ്ടാകുന്നത്. ഇതിൽ അമ്മ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഒരു മകനോടുള്ള ഒരു മാതൃവാത്സല്യം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നത്. അതായത് മോഹൻലാലിൻ്റെ ചില സിനിമകൾ അമ്മ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് താളവട്ടം, ചെങ്കോൽ തുടങ്ങിയ ചിത്രങ്ങൾ, ഒപ്പം തന്മാത്ര പോലുള്ള സിനിമകൾ കാണുന്നതിന് വിഷമമുണ്ട് എന്നാണ് പറയുന്നത്. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ ആദ്യമായി മോഹൻലാൽ വെള്ളിത്തിരയിൽ ഒരു മുഴുനീള പ്രസൻസ് ഉണ്ടായിരുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ സിനിമയിൽ ലാലുവിന് തല്ലുകൊള്ളുന്ന ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ മോഹൻലാലിന് വേദനിക്കുന്ന കാണാൻ അമ്മയ്ക്ക് സാധിക്കില്ല. അത് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഹാനായ നടനാണ്. ഈ ഹിൽ വ്യൂ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ പലയിടങ്ങളിലും വെച്ചിരിക്കുന്ന ഈ അനുശോചന ബോർഡുകൾ നമ്മൾ കണ്ടതാണ്. അതിൽ അവർ എഴുതിയിരിക്കുന്നത് മലയാളത്തിൻ്റെ മഹാനടനെ മലയാളിക്ക് സമ്മാനിച്ച അമ്മയ്ക്ക് പ്രണാമം എന്നാണ്. ആ തരത്തിലൊരു വൈകാരിക ബന്ധം മലയാളിക്ക് ശാന്തകുമാരി അമ്മയുമായി ഉണ്ട്. കഴിഞ്ഞ 39 വർഷമായി. അതായത് പാലക്കാട് ഇലന്തൂർകാരാണ് മോഹൻലാലിൻ്റെ പിതാവും മാതാവും എല്ലാം. അവിടെ നിന്നാണ് അവരിവിടേക്ക് താമസം മാറിയെത്തുന്നത്. അതായത് പിതാവിനിവിടെ സെക്രട്ടേറിയറ്റിൽ നിയമവകുപ്പിലായിരുന്നു ജോലി. അങ്ങനെയാണ് മോഹൻലാലിൻ്റെ കുടുംബം ഇവിടേക്ക് എത്തുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ മോഹൻലാലിന് 3 വയസ്സായിരുന്നു പ്രായം. അത് അമ്മ ഓർത്തെടുക്കുന്നുണ്ട്. അതായത് ലാലുവിന് 3 വയസ്സുള്ളപ്പോഴാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് വിദ്യാഭ്യാസം നടക്കുന്നത് മറ്റുമൊക്കെ ഇവിടെ തന്നെയാണ്. അതായത് മോഡൽ സ്കൂളിലും, മുടവൻമുകൾ LP സ്കൂളിലും, മോഡൽ സ്കൂളിലും, ഒപ്പം ആർട്സ് കോളേജിലും, ഒപ്പം MG കോളേജിലും ഒക്കെയാണ് മോഹൻലാലിൻ്റെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ആ ഘട്ടത്തിലൊക്കെ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം മോഹൻലാലിൻ്റെ പിതാവ് മരിച്ച് കുറച്ച് നാളുകൾ കൂടി അമ്മയുടെ ഉണ്ടായിരുന്നു. 2007 മോഹൻലാലിൻ്റെ പിതാവ് വിശ്വനാഥൻ നായർ മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അമ്മ കുറച്ച് നാളുകൾ കൂടി വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം മോഹൻലാലിൻ്റെ കൂടെയായിരുന്നു താമസം. ഇളമക്കരയിലുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലായിരുന്നു. അപ്പോഴത്തെ പ്രമുഖർ, അതായത് ആൻ്റണി പെരുമ്പാവൂർ, സംവിധായകൻ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള നിരവധി ആളുകൾ മോഹൻലാലിന് അടുത്ത് തന്നെയാണ്, മോഹൻലാലിന് സമീപം തന്നെയുണ്ട്. എന്നുണ്ടെങ്കിൽ 4 മണിയോടുകൂടി സംസ്കാര നടപടികൾ നടക്കും. മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് ശേഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മുടവൻമുകളിലെ ഹിൽ വ്യൂ എന്ന മോഹൻലാലിൻ്റെ വസതിയിൽ അമ്മയുടെ പൊതുദർശനം നടക്കുകയാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ചു വളർന്ന അമ്മയുമായി വളരെ നിരന്തര സൗഹൃദമുള്ള മണിമുള്ള രാജുവിനെ പോലെയുള്ള നിരവധി സുഹൃത്തുക്കൾ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. സംവിധായകൻ വി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആളുകളും ഒക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. ആൻ്റണി പെരുമ്പാവൂർ മുഴുനീള സഹചാരിയാണ് മോഹൻലാൽ, അദ്ദേഹം എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.